നമസ്കാരം, നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി പള്ളിപ്പുറത്ത് ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. ഇതോടെ 2 മണിക്കൂറോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഷൊർണൂരിൽ നിന്നുമുള്ള ടെക്നിക്കൽ സംഘം എത്തിയാണ് തകരാർ പരിഹരിച്ചത്. ഷൊർണൂർ കോഴിക്കോട് റെയിൽപാതയിലെ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ സമീപത്താണ് ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയത്. ഞായറാഴ്ച രാവിലെ 11:30 മണിയോടെയായിരുന്നു സംഭവം. പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ റെയിൽപാളത്തിലൂടെയായിരുന്നു ട്രെയിൻ വന്നിരുന്നത്. ട്രെയിനിന്റെ 20ാമത്തെ ബോഗിയാണ് പാളം തെറ്റിയത്. ട്രെയിൻ പാളം തെറ്റിയതോടെ ഇതിലൂടെയുള്ള ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു. ഷൊർണൂരിൽ നിന്നും ടെക്നിക്കൽ സംഘം എത്തിയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. 1.5 മണിക്കൂറോളം ഈ പാതയിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. തുടർന്ന് 1.5 മണിക്ക് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായുള്ളൂ. പാളം തെറ്റിയ ട്രെയിൻ ഏറെ നേരം പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിടുകയും ചെയ്തു. കോഴിക്കോട് ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്നു ഗുഡ്സ് ട്രെയിൻ. തൃത്താല മണ്ഡലത്തിലെ 2 സർക്കാർ സ്കൂളുകൾക്ക് പ്ലാൻ ഫണ്ടിൽ നിന്ന് 2.30 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി എം ബി രാജേഷിന്റെ ഓഫീസ് അറിയിച്ചു. തിരുമിറ്റക്കോട്ടെ നെല്ലിക്കാട്ടിരി സ്കൂളിനും ആനക്കരയിലെ ഹരിജൻ വെൽഫെയർ സ്കൂളിനുമാണ് തുക അനുവദിച്ചത്. ഇതോടെ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് തൃത്താല നിയോജക മണ്ഡലത്തിലെ 11 സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾക്കായി 12.50 കോടി രൂപയാണ് പ്ലാൻ ഫണ്ടിൽ നിന്ന് മാത്രമായി ലഭ്യമാക്കിയത്. കിഫ്ബി വഴിയും MLA ഫണ്ട് വഴിയും ചെലവാക്കിയതുൾപ്പെടെ തൃത്താലയിൽ ആകെ വിദ്യാഭ്യാസ മേഖലയ്ക്കായി ചെലവഴിച്ചത് 50 കോടി രൂപയിലേറെയാണ്. GUPS കക്കാട്ടിരി 2 കോടി, GLPS ചാലിശ്ശേരി 1.20 കോടി, GLPS പരുതൂർ 1 കോടി, GLPS കുമരനെല്ലൂർ 1 കോടി, GUPS കോതച്ചിറ 1.20 കോടി, GLPS മേലഴിയം 1 കോടി, GBLPS നയ്യൂർ 90 ലക്ഷം, GLPS അഖിലാണം 90 ലക്ഷം, GLPS കരിയന്നൂർ 1 കോടി എന്നിങ്ങനെയാണ് തുക അനുവദിക്കപ്പെട്ടത്. ഇവയിൽ കുമരനെല്ലൂർ സ്കൂൾ ഒഴികെ ബാക്കി എല്ലാ സ്കൂളുകളിലും പുതിയ കെട്ടിട നിർമ്മാണങ്ങൾ പൂർത്തിയായി. ചാലിശ്ശേരി പട്ടാമ്പി റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള റോഡ് വീതി കൂട്ടൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നവീകരണത്തിന്റെ ഭാഗമായി വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പാതയിൽ 23 ഓവുപാലങ്ങളാണ് നിർമ്മിക്കുന്നത്. ചാലിശ്ശേരി മുതൽ പട്ടാമ്പി പാലം വരെ 23 വലിയ ഓവുപാലങ്ങളാണ് പണിയുന്നത്. വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാൻ 5 ചെറിയ ഓവുപാലങ്ങളും വേണ്ടിവരുമെന്ന് അധികൃതർ പറഞ്ഞു. നിലവിൽ ചാലിശ്ശേരി പഞ്ചായത്ത് പരിധിയിലാണ് ഓവുപാലങ്ങളുടെ നിർമ്മാണം നടക്കുന്നത്. കൂറ്റനാട് സെൻട്രൽ ജുമാ മസ്ജിദിനടുത്ത് വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സ്ഥലത്ത് വലിയ ഓവുപാലത്തിന്റെ നിർമ്മാണം തുടങ്ങി. ഗതാഗതം തടസ്സപ്പെടാത്ത വിധം പകുതി ഭാഗം വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യപ്പെടുത്തിയുള്ള നിർമ്മാണമാണ് നടക്കുന്നതെന്ന് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന KSTP ഉദ്യോഗസ്ഥർ പറഞ്ഞു. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ ചാലിശ്ശേരി മുതൽ പട്ടാമ്പി വരെ നിലവിലുള്ള 5.5 മീറ്റർ വീതിയിൽ നിന്ന് 10 മീറ്റർ വരെ വീതിയുണ്ടാകും. ഇരുഭാഗങ്ങളിലേക്കും കോൺക്രീറ്റ് ചെരിവുകളും കൂടിയായാൽ വാഹനങ്ങൾക്ക് സുഗമമായ യാത്ര സാധ്യമാകും. 2026 ഫെബ്രുവരിയോടുകൂടി കൂറ്റനാട് സെന്റർ വരെയുള്ള പണിയും തുടർന്ന് 1 മാസത്തിനകം മറ്റു പണികളും പൂർത്തിയാക്കാനാണ് ശ്രമമെന്ന് മന്ത്രി MB രാജേഷിന്റെ ഓഫീസ് അറിയിച്ചു. പട്ടാമ്പി നഗരസഭയെ ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റിയാക്കാൻ വിപുലമായ കർമ്മ പദ്ധതിക്ക് രൂപം നൽകുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ ആരോഗ്യ വിഭാഗത്തിന് നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി നിർദ്ദേശം നൽകി. പട്ടാമ്പി നഗരസഭയുടെ ശുചിത്വ പരിപാലനവും ആരോഗ്യ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് വിപുലമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നത്. നഗരസഭയെ മാലിന്യമുക്ത ആരോഗ്യപൂർണമായ ഗ്രീൻ സിറ്റി പദവിയിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം. ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. രാത്രികാല സ്ക്വാഡ് ടൗണിൽ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം തള്ളുന്നത് തടയുവാൻ രൂപീകരിച്ചിട്ടുണ്ട്. മാലിന്യം തള്ളാൻ സാധ്യതയുള്ള പോയിന്റുകളിൽ നിരീക്ഷണവും മിന്നൽ പരിശോധനയും നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. റെയിൽവേ പരിസരത്തെ ശുചിത്വം, റെയിൽവേ കമാനം പരിസരത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിലെ മാലിന്യ നിക്ഷേപം തടയാൻ ജാഗ്രത പുലർത്തുക ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും നടപ്പാക്കും. മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കും. റോഡുകളുടെ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉറപ്പുവരുത്തും. പട്ടാമ്പി നഗരസഭാ പരിധിയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളെ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേക ഫീൽഡ് സ്റ്റാഫിനെ നിയോഗിക്കുവാനും തീരുമാനിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ക്ലീൻ സിറ്റി സ്ഥിരസമിതി അധ്യക്ഷൻ ജിതേഷ് മോഴിക്കുന്നം, നഗരസഭാ സെക്രട്ടറി ഡോക്ടർ അമൽ, ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വാമിനാഥൻ, മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്തു.
ഡൽഹിയിൽ നടന്ന നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിൽ സംവദിച്ച ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശി സുധീഷ്. ഇന്ത്യയിലെ 2 ലക്ഷം സംരംഭകരിൽ നിന്നും 10 സംരംഭകരുമായി നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. ഈ 10 പേരിൽ ഒരാളായാണ് സുധീഷ് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കണ്ടത്. ചാലിശ്ശേരി പെരുമണ്ണൂർ പാറപ്പുറത്ത് വീട്ടിൽ അപ്പുവിന്റെ മകൻ സുധീഷ് നാവികസേനയിൽ നിന്നും കമാൻഡറായി വിരമിച്ച് നിലവിൽ തിരുവനന്തപുരത്ത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ചീഫ് ടെക്നീഷ്യൻ ഓഫീസറായി ജോലി ചെയ്തു വരികയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം സംസ്കൃത പദ്യത്തിലും കഥകളി സംഗീതത്തിലും എ ഗ്രേഡ് നേടി ചാലിശ്ശേരി സ്കൂൾ വിദ്യാർത്ഥിനി റിദ ഫാത്തിമ അഭിമാനമായി. ശ്ലോകങ്ങളുടെ ശുദ്ധസ്വരവും കഥകളി സംഗീതത്തിന്റെ ആഴമുള്ള താള ലോകവും ഒരേ വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ റിദ ഫാത്തിമ ശ്രദ്ധേയമായത്. 5ാം ക്ലാസ് മുതൽ 1ാം ഭാഷയായി സംസ്കൃതം പഠിച്ചുവരുന്ന റിദ ഭാഷയുടെ സൗന്ദര്യം സ്വരത്തിലേക്കും ഭാവത്തിലേക്കും ലയിപ്പിച്ച പ്രകടനമാണ് അവതരിപ്പിച്ചത്. സബ് ജില്ല, ജില്ലാതലങ്ങളിൽ അഷ്ടപതി, സംസ്കൃത ഗാനാലാപനം, ശാസ്ത്രീയ സംഗീതം തുടങ്ങിയ ഇനങ്ങളിൽ പങ്കെടുത്ത അനുഭവസമ്പത്ത് സംസ്ഥാനവേദിയിൽ റിദയ്ക്ക് കരുത്തായി. തോടിരാഗത്തിൽ ആലപിച്ച ലോകപാലന്മാരെ എന്ന കഥകളി സംഗീത പദം ശ്രോതാക്കളുടെ മനസ്സിൽ ദീർഘനാദമായി മുഴങ്ങി. സംസ്കൃത പദ്യത്തിനായി സത്യവ്രത ശാസ്ത്രികളുടെ ശ്രീരാമകീർത്തി മഹാകാവ്യത്തിലെ വരികളാണ് റിദ ശ്ലോകലയം ചേർത്ത് ചൊല്ലിയത്. കഥകളി സംഗീതത്തിൽ വേങ്ങേരി നാരായണൻ നമ്പൂതിരിയും സംസ്കൃതം പദ്യത്തിൽ നിരഞ്ജന പത്മനാഭനും മികച്ച പരിശീലനം നൽകി. കോക്കൂർ സ്വദേശി അഷ്റഫിന്റെയും ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷമീറയുടെയും മകളായ റിദയുടെ നേട്ടങ്ങൾക്ക് സംസ്കൃത അധ്യാപകൻ ഡോക്ടർ പി പത്മനാഭൻ മാസ്റ്റർ മികച്ച പിന്തുണ നൽകി. വിദ്യാലയത്തിന്റെ പാഠശാലയിൽ നിന്നുയർന്ന ശ്ലോകസ്വരം സംസ്ഥാന കലോത്സവ വേദിയിൽ മുഴങ്ങിയപ്പോൾ സ്കൂളിന്റെയും ഗുരുശിഷ്യ ബന്ധത്തിന്റെയും കലാസ്വപ്നം സഫലമായ നിമിഷമായി മാറി. മഹാധന്വന്തരീയ യാഗത്തിന് പരുതൂർ വൈദ്യനാഥ ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങി. ഫെബ്രുവരി 16 മുതൽ 22 വരെയാണ് യാഗം നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭാരതീയ സയന്റിഫിക് ടെമ്പിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പരുതൂർ വൈദ്യനാഥ ക്ഷേത്രത്തിൽ ഫെബ്രുവരി 16 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിലായി മഹാധന്വന്തരീയ യാഗം നടത്തുന്നത്. നിരവധി യാഗയജ്ഞങ്ങളുടെ ആചാര്യനും തന്ത്രിയുമായ ഡോക്ടർ ശശികുമാര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹാധന്വന്തരീയ യാഗം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1,12,000 നെല്ലിക്കയും 108 അപൂർവമായ ആയുർവേദ ഔഷധമൂലികളും സംയോജിപ്പിച്ചാണ് ഈ മഹായാഗം നടത്തുന്നത്. ആരോഗ്യ സംരക്ഷണത്തെയും ആത്മീയതയെയും ശാസ്ത്രീയമായ ആയുർവേദ ദർശനത്തെയും സമന്വയിപ്പിക്കുന്നതാണ് ഈ യാഗം. സർവ്വരോഗശാന്തിക്കും സർവ്വലോക സമാധാനത്തിനുമായാണ് യാഗം നടത്തുന്നതെന്നും ഇവർ അറിയിച്ചു. 1,12,000 നെല്ലിക്ക പ്രധാനമായിട്ട് ഹോമിക്കുന്ന ഒരു രീതിയിലാണ് ഈ യാഗം വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 108ഓളം ഔഷധക്കൂട്ടുകളും ഒക്കെ ഉപയോഗിച്ച് മഹാധന്വന്തരിക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇങ്ങനെയുള്ളൊരു യാഗമാണെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഈ യാഗത്തിന്റെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ക്ഷേത്രം പരുതൂർ വൈദ്യനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരുപാട് സവിശേഷതകളുള്ള പടിഞ്ഞാറ് ദിശയിലേക്ക് ദർശനം ഉള്ള വരരുചിയുടെ നാട്ടിലെ അപൂർവതകൾ ഒരുപാടുള്ള വൈദ്യനാഥ ക്ഷേത്രം, ശിവൻ കയ്യില് അമൃതകുംഭവുമായിട്ടിരിക്കുന്ന നിൽക്കുന്ന ഒരു ഭാവത്തിലുള്ള വൈദ്യനാഥന്റെ ഭാവത്തിലുള്ള ക്ഷേത്രം. അപ്പൊ അവിടെ തന്നെ മഹാധന്വന്തരി യാഗം സംഘടിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിനായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുക, പ്രകൃതിക്ക് വേണ്ടി ചെയ്യുക എന്നുള്ള രീതിയിലുള്ള സന്ദേശങ്ങൾ ഉൾപ്പെടെ, അതുപോലെ ആയുർവേദത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്തരം യാഗങ്ങള് അതിന്റെ ഫലങ്ങൾ പരിശോധിക്കപ്പെടുക എന്നുള്ളത് കൂടി പഠനം വിധേയമാക്കുക, അത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഈ യാഗത്തിന്റെ പിറകിലുള്ള ഒരു ഉദ്ദേശമാണ്. 16 മുതൽ പരിപാടികൾ ആരംഭിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആയുർവേദം, ആധുനിക ചികിത്സ, ഗവേഷണം, ആത്മീയത എന്നീ മേഖലകളിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. ഇതോടൊപ്പം സിനിമാ രംഗത്തെയും സോഷ്യൽ മീഡിയ മേഖലയിലെയും പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കും. കലാ സാംസ്കാരിക പരിപാടികൾ, ഭക്തി പ്രഭാഷണങ്ങൾ, സംഗീത സന്ധ്യ, ആദര ചടങ്ങ്, ആരോഗ്യ ബോധവൽക്കരണം എന്നിവയും യാഗത്തിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. ഫെബ്രുവരി 20-ന് ആയിരക്കണക്കിന് യുവജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലഹരിമുക്തി പ്രതിജ്ഞയും സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ തന്നെ അപൂർവമായിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ക്ഷേത്രങ്ങൾ സംഘടിപ്പിക്കാത്തൊരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുകയാണ്. അതായത് ഈ ലഹരി പലതരം ലഹരിയിൽ നിന്ന് ചെറുപ്പക്കാർ
നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതിനെതിരെ അന്നത്തെ ദിവസം നേരം പരിദൂർ വൈദ്യനാഥ ക്ഷേത്രത്തിൽ ഒരു മഹാപ്രതിജ്ഞ, ലഹരി വിമുക്ത പ്രതിജ്ഞ ആയിരക്കണക്കിന് പേരെ അണിനിരത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ മറ്റും കൂടുതൽ നമ്മൾ ഇനി അറിയിക്കാൻ പോവാണ്. പരമാവധി ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈദ്യനാഥന്റെ മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ചടങ്ങും, പിന്നെ വൈദ്യനാഥന്റെ പ്രസാദങ്ങളായിട്ടുള്ള പഞ്ചഗവ്യ ഘൃതം, ഔഷധ സേവ, എങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകമായൊരു ചടങ്ങ്, അത് പോലീസും എക്സൈസും ആയിട്ടൊക്കെ സഹകരിച്ച് തന്നെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് തന്നെ അത്തരത്തിലൊരു ബോധവൽക്കരണം കൂടി ഇതിന്റെ പിറകില് ഉദ്ദേശമുണ്ട്. ഫെബ്രുവരി 21 മഹാവൈദ്യസംഗമവും ഒരുക്കും. എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഫെബ്രുവരി 22 മഹാഹോമം നടക്കുക. വാർത്താ സമ്മേളനത്തിൽ ഭാരതീയ സയന്റിഫിക് ടെമ്പിൾ ട്രസ്റ്റ് പ്രസിഡന്റ് പ്രവീൺ കുമാർ പരമേശ്വരൻ, ക്ഷേത്ര സെക്രട്ടറി MP വിശ്വനാഥൻ, സെക്രട്ടറി M ജയശങ്കർ, KK മധു, PV രാമചന്ദ്രൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. 2020 ഞങ്ങൾ ക്ഷേത്ര നിർമ്മാണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 3 നിലകളോട് കൂടിയിട്ടുള്ള ക്ഷേത്രമാണ്. പടിഞ്ഞാറാണ് ദർശനം. വൈദ്യനാഥന് കൂടാതെ ദക്ഷിണാമൂർത്തി, ശ്രീ ഗണപതി, പാർവതിദേവി, ഇവരെ ശ്രീലകത്താണ് ഇവർ കുടികൊള്ളുന്നത്. അപ്പോൾ നിർമ്മാണം മുഴുവനായിട്ടില്ല. ആ നിർമ്മാണം ഒരു 3-ാം നിലയുടെ 1-ാം നിലയും 2-ാം നിലയും താഴത്തെ നിലയുടെ ഇനി ചെമ്പടിക്കാണ്ട് താഴത്തെ ശ്രീകോവിലിൻ്റെ തിരുപ്പള്ളി ഒരു ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വർക്കുകൾ ചെയ്യാനുണ്ട്. ഇനി നന്ദിയുടെ തറവുണ്ട്, നന്ദി, പിന്നെ അതുപോലെ ആനക്കൊട്ടിലുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനോടൊപ്പം ചെയ്യാനുള്ളതാണ്. ആൾ കേരള ടയർ വർക്ക്സ് അസോസിയേഷന്റെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് പട്ടാമ്പിയിൽ ഒരുക്കമായി. ഈ മാസം 20 പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടയർ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സുരക്ഷയും ഉന്നമനവും മുൻനിർത്തി പ്രവർത്തിക്കുകയും ട്രേഡ് യൂണിയനോടുകൂടിയ സ്വതന്ത്ര സംഘടനയുമാണ് ഓൾ കേരള ടയർ വർക്ക്സ് അസോസിയേഷൻ. അസോസിയേഷന്റെ പാലക്കാട് ജില്ലാ സമ്മേളനം ഈ മാസം 20 ചൊവ്വാഴ്ച പട്ടാമ്പി ചിത്ര കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വെച്ച് ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണിക്ക് മേലെ പട്ടാമ്പിയിൽ നിന്നും പ്രകടനം ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് നഗരസഭാ ചെയർമാൻ P സ്മിതേഷ്, ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജംസിയ പുലാക്കൽ, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി, മറ്റു ജനപ്രതിനിധികളും സംഘടന സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുക്കും. ആൾ കേരള ടയർ വർക്ക്സ് അസോസിയേഷൻ TU 19-226 മൂന്നാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ജനുവരി 20-ാം തീയതി ചൊവ്വാഴ്ച പട്ടാമ്പി ചിത്ര കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുകയാണ്. സമ്മേളന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ സാറാണ്. അതുപോലെ തന്നെ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുന്നത് പട്ടാമ്പി മുനിസിപ്പൽ ചെയർമാൻ TP ഷാജി സാറാണ്. അതേപോലെ ചെർപ്പളശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ജംസിയ പുലാക്കൽ, അതേപോലെ തന്നെ പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്മിതേഷ്, ഇവരാണ് പങ്കെടുക്കുന്നത്. സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ സംഘടനയുടെ പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തുന്നു. സംഘടനയെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് എടുക്കുന്ന എല്ലാ ആളുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പിരിവുകളൊന്നുമില്ല. ഇനിയിപ്പോ ESI PF തുടങ്ങിയ പരിപാടികൾ ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് സംഘടന. മെമ്പർഷിപ്പ് എടുക്കുന്ന ഏതൊരാൾക്കും ഇൻഷുറൻസ് സംഘടന ഏർപ്പെടുന്നതോടെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ടെന്നും കാലാകാലങ്ങളിൽ വേതന ഇനത്തിൽ വർധന വരുത്തി സാമ്പത്തിക ഉന്നമനം ഉറപ്പിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ മേഖലയെ അവശ്യ സർവീസായി സർക്കാർ പ്രഖ്യാപിക്കണമെന്നും ഭാരവാഹികൾ സൂചിപ്പിച്ചു. സംഘടന എന്ന് വെച്ചാൽ ഇതൊരു ട്രേഡ് യൂണിയനാണ്, സ്വതന്ത്ര ട്രേഡ് യൂണിയൻ സംഘടനയാണ്. പിന്നെ ഇപ്പോൾ ബാക്കി പറഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മുടെ മെമ്പർമാർക്ക് സൗജന്യമായിട്ട് യൂണിഫോം വിതരണം അത് ഇതായിട്ടുണ്ട്. അതുപോലെ തന്നെ 2024 കാരുണ്യം 2024 എന്ന പേരിൽ ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. 111 ഭിന്നശേഷിക്കാർക്ക് ടയർ വിതരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു, സ്കൂട്ടി ടയർ. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ രാജൻ കുനത്ര, ജില്ലാ പ്രസിഡന്റ് രഘു ഷൊർണൂർ, ജില്ലാ സെക്രട്ടറി ഷനോജ് തൃക്കടീരി, ജില്ലാ ട്രഷറർ യൂനസ് ചുരക്കോട് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ഇത് ഈ പഞ്ചർ ഫീൽഡിൽ പണിയെടുക്കുന്ന പണിക്കാരെ തൊഴിൽ സർക്കാർ അവശ്യ സർവീസായിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേമാതിരി സമ്മേളനം 9 മണിക്ക് പട്ടാമ്പി മേലെ പട്ടാമ്പി നമ്മളെ പെരിന്തൽമണ്ണ റോഡിനാണ് പ്രകടനം ആരംഭിക്കുന്നത്. കൃത്യം 9 മണി. CPIM കോട്ടപ്പാടം
ചൂടുവയൽ ബ്രാഞ്ച് രാഷ്ട്രീയ വിശദീകരണ യോഗവും സ്വീകരണ സമ്മേളനവും നടന്നു. ചടങ്ങിൽ പുതിയതായി പാർട്ടിയിലേക്ക് കടന്നുവന്നവർക്ക് സ്വീകരണം നൽകി. നാസർ കൊളായി, ടി പി മുഹമ്മദ് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. PR കുഞ്ഞുണ്ണി, TK വിജയൻ, ഷംസു, മോഹനൻ പട്ടിത്തറ, റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.